പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 2-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കിക്കുക, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ക്രിസ്തു യേശുവിൽ ജയത്തോടെ നടത്തുന്നതിന് കർത്താവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള ദയയ്ക്കായിട്ട് സ്തോത്രം. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയതിനായി സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. സ്വർഗീയ ഭവനക്കാരാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ. അങ്ങ് നല്ലവനും വല്ലഭനുമാകിയാൽ സ്തോത്രം. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഒരു മനസ്സോടെ ഏക ഹൃദയത്തോടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക. അങ്ങ് നല്ലവനായ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകട്ടെ, ദൈവ സാന്നിധ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭസിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പനിയാലും കോവിഡിനാലും ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പനി വിട്ടുമാറട്ടെ, സ്റ്റൊമക്ക് അപ്സെറ്റുകൾ വിട്ടുമാറട്ടെ. എല്ലാ വൈറസ് ബുദ്ധിമുട്ടുകളും, വൈറൽ ഇൻഫെക്ഷനുകളും, വൈറൽ ഫീവറുകളും, കോവിഡും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി തീരട്ടെ, സമാധാനം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല ആരോഗ്യവും സൗഖ്യവും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർ വേഗത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകട്ടെ. എന്ത് കാരണത്താൽ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയോ അതിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ, സകല നാമത്തിൽ മേലായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് അവർ മാറട്ടെ. അമേൻ അമേൻ. മെഡിക്കൽ എയ്ഡുകളിൽ നിന്ന് അവർ മാറി അമേൻ അവർ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബ്ലഡ് ഷുഗർ ലെവലുകളും നോർമലാകട്ടെ, ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, എല്ലാ ബ്ലഡ് വർക്കുകളും നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. അമേൻ. ശരീരം തളർന്ന് എഴുന്നേക്കാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. വേദനകൾ എന്ത് കാരണത്താലുള്ള വേദനകളാണെങ്കിലും ഈ പ്രഭാതത്തിൽ ആ വേദനകൾ അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകൾ അവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കുക. അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, അതുപോലെ ജോലിയില്ലാത്തവരുണ്ട്. കർത്താവെ, സാമ്പത്തികമായ പ്രതിസന്ധികൾ നടുവിൽ കഴിയുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ കർത്താവെ ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലോ. കർത്താവെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആരംഭിക്കുന്ന അവരുടെ സ്കൂൾ വർഷം
യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കുഞ്ഞുങ്ങളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. സ്കൂളുകളിലും അവരുടെ ക്യാമ്പസുകളിലുമൊക്കെ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും ഞങ്ങൾ പുറത്താക്കുന്നു. ദൈവിക സന്തോഷം സ്കൂളിനകത്ത് ഉണ്ടാകട്ടെ. ദൈവിക സമാധാനം സ്കൂളിനകത്ത് ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും നല്ല ഓർമ്മയും പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യവും കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. കർത്താവ് അവരെ അത്ഭുതകരമായി നടത്തണം. കർത്താവെ, ആമേൻ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ കൃപ ചെയ്യണം. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റങ്ങൾ ലോകവ്യാപകമായി ഉണ്ടാകുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും പ്രത്യേക സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കളെ, നമുക്ക് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ റെഗുലറായിട്ടുള്ള മൺഡേ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം, മറന്നു പോകല്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി ആയിത്തീരും എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മപകർച്ച ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ആത്മനിറവ് വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജനം ഒരുങ്ങി വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ മീറ്റിങ്ങിൽ കർത്താവ് നമുക്ക് ഉള്ളിൽ തന്ന ആലോചന, ഈ മാസം ദൈവിക ഇടപെടലുകളുടെ മാസമാണ്, എൻകൗണ്ടറുകളുടെ മാസമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ വായിച്ചു തുടങ്ങിയത്. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അതായത് ദൈവത്തെ മുഖാമുഖമായി കണ്ടു. അതായത് ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ, ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. എന്നാൽ ഈ മാസം തികച്ചും വ്യത്യസ്തമായി, കർത്താവേ, എന്നോടൊന്ന് ഇടപെടണമേ, അങ്ങയൊന്ന് അറിയുവാൻ എനിക്ക് ഇടവരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ. എൻകൗണ്ടർ എന്നാൽ എന്താണ്? അതായത് ഒരു എൻകൗണ്ടർ എന്നത് ദൈവവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമുക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷേ ആ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൻ്റെ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപാട് വരെ നോക്കുമ്പോൾ ദൈവിക ഇടപെടലുകൾ ദൈവദാസന്മാർക്കുണ്ടാകാറുണ്ട്. ദൈവിക ഇടപെടലുകൾ വേദപുസ്തകത്തിൻ്റെ ആ എഴുതിയ കാലത്തിന് ശേഷവും ഭക്തന്മാരായ ആളുകൾക്ക് ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. അത് ദൈവത്തെ കൂടുതലായി അറിയുന്നതിനും ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുന്നതിനും കർത്താവിനെ കൂടുതലായി ട്രസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ ദൈവിക ഇടപെടലുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. അപ്പം കർത്താവ് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. കർത്താവ് പറയുക, ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ റിവീൽ ചെയ്യും, എന്നെ വിസിബിളാക്കി കൊടുക്കും. ഞാൻ അവരുടെ ജീവിതത്തിൽ എന്നെ യഥാർത്ഥമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കൃപ കൊടുക്കുമെന്ന് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. അപ്പം അവരുടെ ജീവിതത്തിലും കർത്താവ് ആരാണെന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. അതായത് അന്ന് ദൈവത്തിൻ്റെ വചനം ദൗർലഭ്യമായിരിക്കുന്ന സമയം, ഒരു ഇരുണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. അവിടെയും ഒരു ദാഹത്തോടിരിക്കുന്ന ചെറുപ്പക്കാരനായ ആ ശമൂവേൽ ബാലന് കർത്താവ് എന്ത് ചെയ്തു? കർത്താവിനെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അപ്പം ദൈവം ആർക്കും പെട്ടെന്ന് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. ആരെങ്കിലും ദാഹമുണ്ടെങ്കിൽ, ദൈവത്തെ അറിയണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ, അവൻ ഹമ്പിളായിരിക്കണം, അവൻ ഒബീഡിയൻ്റ് ആയിരിക്കണം, അവൻ താഴ്മയുള്ളവനായിരിക്കണം, അവൻ ദൈവവചനം അനുസരിക്കുന്നവനായിരിക്കണം. അതുപോലെ തന്നെ അവന് ആഗ്രഹമുണ്ടാകണം. കർത്താവെ, എനിക്ക് അങ്ങേ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങേ എനിക്ക് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടാകും. കർത്താവ് ഒത്തിരി ദൂരത്തൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് എപ്പോഴും മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. ഹി ഈസ് എ റിവീലിംഗ് ഗോഡ്. അവൻ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ മാസം ഇത് ഡിവൈൻ എൻകൗണ്ടറിൻ്റെ മാസമാണ്. കർത്താവിനെ
അവൻ്റെ മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ശബ്ദത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവേ, അങ്ങയെ കൂടുതൽ അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തരണം, അങ്ങയെ അടുത്തറിയുവാൻ എനിക്ക് ഭാഗ്യം തരണം. ഭയങ്കര ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ വേണം കർത്താവിനെ അറിയാൻ. ഹല്ലേലൂയ. അത് നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ വിളികൾ ആക്ടിവേറ്റ് ആകും. മോശയുടെ വിളി ആക്ടിവേറ്റ് ആയത് എപ്പോഴാണ്? ആ മുൾപ്പടർപ്പിൽ കണ്ട തീയിലൂടെ ദൈവിക എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് മോശയുടെ വിളി ആക്ടിവേറ്റ് ആകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭയങ്ങൾ മാറി നമുക്ക് ധൈര്യമുള്ളവരായി നമ്മൾ മാറും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മോശ ഒരു ദേശത്തിൻ്റെ തന്നെ വിടുതലുകാരനായി മാറിയതുപോലെ ആമേൻ ദൈവിക പദ്ധതിയിലൂടെ നമുക്ക് മുന്നേറുവാൻ കഴിയും. ആമേൻ. വേദപുസ്തകത്തിലുടനീളം ആമേൻ നമുക്ക് കാണാം ദൈവിക കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ദൈവിക എൻകൗണ്ടറുകൾ. ചരിത്രത്തിലുടനീളം നമ്മൾ ഇന്ന് വരെ നോക്കുമ്പോൾ ദൈവിക കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ദൈവിക എൻകൗണ്ടറുകൾ അനുഭവിച്ച പുരുഷന്മാരും സ്ത്രീകളും ജീവിതകാലം മുഴുവനും ആമേൻ അവരുടെ ജീവിതത്തെ മാറ്റത്തിൽ കൊണ്ടുപോയവരാണ്. അതുകൊണ്ട് നമുക്കും ഈ മാസം പ്രാർത്ഥിക്കാം, ഈ വർഷം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഈ ജൂൺ മാസം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. ആമേൻ. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, ഒരു ദൈവിക ഇടപെടൽ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങൾക്കും ആ അരുമനാഥനെ ഒന്ന് കാണുവാൻ, ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടൊന്ന് അനുഭവിപ്പാൻ, അങ്ങയൊന്ന് തിരിച്ചറിയുവാൻ ഈ മാസം ഞങ്ങളെ സഹായിക്കണം. എൻകൗണ്ടറിൻ്റെ ഈ മാസം ദൈവിക അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകട്ടെ, എക്സ്പീരിയൻസുകൾ. ആമേൻ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.